ഹായ് ഹലോ ഫ്രണ്ട്സ്, ഞാൻ രമേശൻ തേവറത്തോട്ടം, ഹരിത മീഡിയ വിഷൻ. ഞാനിപ്പോൾ നിൽക്കുന്നത് ആഴിമല ശിവക്ഷേത്രത്തിലാണ്. നമ്മുടെ അടുത്താണെങ്കിൽ പോലും തിരുവനന്തപുരത്ത് പോയപ്പോഴാണ് ഇപ്പോഴെനിക്ക് ആഴിമലയൊന്ന് കാണാനുള്ള ഒരു യോഗമുണ്ടായത്. ആ കണ്ടില്ലേ, ശിവക്ഷേത്രമാണ്. ശിവൻ്റെ ഒരു പൂർണ്ണകായ പ്രതിഭ ഇവിടെ പണിതീർന്നിട്ടുണ്ട്. അതായത് ഇത് കടലിനോട് ചേർന്നാണ്. കടലിനോട് ചേർന്ന് പറയുമ്പോൾ കടലിൻ്റെ ഒരു സൈഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ആഴിമല ക്ഷേത്രം എത്ര അതിമനോഹരമായ രീതിയിലാണ് ഇതിവിടെ നിർമ്മിച്ചിരുന്നു നോക്കി. നല്ല വർണ്ണശബലമായ ഒരു ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ ഏതാണ്ട് അടുത്തായിട്ടാണ് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിൽ നിന്നപ്പോൾ കാണുന്നതാണ് MSC എന്ന പേരുള്ള ഒരു ചരക്ക് കപ്പൽ. അതായത് ആയിരക്കണക്കിന് കണ്ടെയ്നറുകൾ വഹിച്ചുകൊണ്ട് ഒരു ചരക്ക് കപ്പൽ കടൽ കൂടെ പോകുന്നു. ആ ക്ഷേത്രത്തിൽ നിന്ന് തന്നെയാണ് ഒരു ഷൂട്ട് ചെയ്തത്. ആ ക്ഷേത്രത്തിൻ്റെ ആ ശിവവിഗ്രഹത്തിനോട് ചേർന്ന് ഏതാനും മീറ്റർ അകലെ കൂടിയാണ് ഈ ചരക്ക് കപ്പൽ കടന്നു പോകുന്നത്. വിഴിഞ്ഞം തുറമുഖം അഴിമുഖം ക്ഷേത്രത്തിൻ്റെ ഏതാനും അടുത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു ചരക്ക് കപ്പൽ ഇത്ര അടുത്ത് കാണുന്നത് പോലും ഇതാദ്യമായാണ്. അഴിമുഖം ക്ഷേത്രം, അഴിമല ക്ഷേത്രത്തിൽ പോയാൽ ഇതെല്ലാം കാണാൻ പറ്റും. കടൽക്കരയിൽ നിന്ന് ധാരാളം ആൾക്കാർ. ഒരു ബീച്ച് തന്നെയാണ്. ഇപ്പോൾ ഭയങ്കര വെയിലായതുകൊണ്ട് ദൃശ്യങ്ങൾ അത്ര ക്ലിയറല്ല. ഒരു 4-5 മണി സമയമൊക്കെയാണെങ്കിൽ വെയിൽ മങ്ങുകയും അവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ വന്ന് തമ്പടിക്കുകയും അവിടെ തങ്ങാനും ഒക്കെയുള്ള സ്ഥലങ്ങളുണ്ട്. കപ്പൽ അടുത്തുകൂടെ എല്ലാം അടുത്തുകൂടെ തന്നെ ചരക്ക് കപ്പൽ എത്രയെങ്കിലും കണ്ടെയ്നറും വഹിച്ചുകൊണ്ട് കടന്നു പോകുന്ന ദൃശ്യങ്ങളാണിത് കാണുന്നത്. അതിമനോഹരമായ ദൃശ്യമാണിത്. അടുത്തുള്ളവരെല്ലാം ആഴിമല ക്ഷേത്രം സന്ദർശിക്കുകയും അവിടെ നിന്ന് വിഴിഞ്ഞം തുറമുഖത്തിൽ നിന്നും പുറപ്പെട്ടുന്ന കപ്പലുകളെല്ലാം നമുക്ക് നേരിട്ട് കാണാനുള്ള ഒരു ഭാഗ്യവുമുണ്ട്. കണ്ടില്ലേ, ശിവൻ്റെ ഒരു പൂർണ്ണകായ പ്രതിഭയാണ് ശില്പി തൻ്റെ കരവിരുതുകൊണ്ട് അതിമനോഹരമായി നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ മുന്നിൽ നിന്ന് എല്ലാവരും ഫോട്ടോ എടുത്തു. ഞാനും ഇന്ന് ഒരു ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്തു. ഒരു ഫോട്ടോ എടുത്ത് ഭയങ്കര വെയിലായതുകൊണ്ട് ദൃശ്യങ്ങളൊന്നും അത്ര വ്യക്തമല്ല. അതിവിപുലമായ ചൂടായതുകൊണ്ട് 11:30-12 മണി സമയത്താണ് ഞാൻ ക്ഷേത്രത്തിലെത്തിയത്. എന്നിരുന്നാലും ആ ക്ഷേത്രമെല്ലാം കാണാനും കടൽക്കരയിലേക്ക് ഇറങ്ങി നിൽക്കാനും അവിടെ നിന്ന് കുറച്ച് ഭാഗങ്ങളൊക്കെ വീക്ഷിക്കാനും സാധിക്കും. സായാഹ്ന സമയം നോക്കി അവിടെ ഞാൻ പോകുന്നതായിരിക്കും. അതിമനോഹരമായ കാഴ്ചകളൊക്കെ നമുക്ക് നേരിട്ട് കാണാൻ കഴിയും. നമ്മുടെ ശിവൻ്റെ ഒരു ഭയങ്കരമായ വിഗ്രഹം ശില്പിയുടെ കരവിരുതിൽ അങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്. ഈ ചാനൽ കാണുന്ന എൻ്റെ സുഹൃത്തുക്കളെല്ലാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതോണം ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുമെന്ന് അഭ്യർത്ഥിക്കുന്നു. തുടർന്നും ഞാൻ ഒരു വീഡിയോയുമായി നിങ്ങൾക്ക് മുന്നിൽ വരുന്നതാണ്. കണ്ടെയ്നറില്ലേ അതിനകത്ത്? ഓരോ കണ്ടെയ്നർ ഇത് എത്രായിരം കണ്ടെയ്നറാണ്? எங்க ஒரு ஷிப் அங்க நடு ஷிப் வந்து அம்மா டைட்டானிக் மாதிரி இருக்குப்பா. டைட்டானிக் என்ன சார்? MSC ഒരുപാട് ക്ലിക്ക് ചെയ്തു.
I think this one want that full of money, man. No. മൊത്തം കിട്ടത്തില്ല. റെഡിൽ ക്ലിക്ക് ചെയ്യട്ടെ, റെഡിൽ ക്ലിക്ക് ചെയ്യട്ടെ, ക്ലിക്ക് ചെയ്യട്ടെ. അമ്മേ ഫോട്ടോ എടുക്കാം. എൻ്റെ ഫോണിലേക്ക് ഫോൺ കണ്ടെയ്നർ ഇല്ലേ അതിനകത്ത്? ഓരോ കണ്ടെയ്നർ ഇത് എത്രയായിരം കണ്ടെയ്നറാണ്?